കോഴ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് സംസാരിക്കുന്നു. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാം. എപ്പോഴാണ് ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടത്, എപ്പോഴാണ് ജലപീരങ്കി, എപ്പോഴാണ് ഗ്രനേഡ്? വായിക്കണമെങ്കിലേ സ്കൂളിൽ പോകുന്ന സമയത്ത് മരം കയറാൻ നടന്നാൽ പോരാ, ക്ലാസ്സിൽ ഇരിക്കണം, അക്ഷരം പഠിക്കണം, പരീക്ഷ മാന്യമായിട്ട് എഴുതണം, പാസ്സാവണം. ഈ നാടിന്റെ സ്പന്ദനങ്ങൾ എന്ത് എന്ന് മനസ്സിലാവണം. പത്രം വായിക്കണം, പത്രം വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഡിവൈഎഫ്ഐയുടെ മാത്രം പ്രതിഷേധമല്ല, ഇത് വീക്ഷണത്തിന്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും കേരളത്തിന്റെ ആകെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ അണിനിരക്കുന്ന 10 ചെറുപ്പക്കാരെ ഒരുമിച്ച് കാണുമ്പോഴേക്ക് അങ്ങ് ജലപീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും എല്ലാം എടുത്ത് പ്രയോഗിക്കുകയല്ല വേണ്ടത്. അങ്ങനെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എത്രയോ മാധ്യമ പ്രവർത്തകർ ഈ സമരത്തിന് സാക്ഷികളാണ്. അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? 10 പേര് ഈ ബാരിക്കേഡിൽ പിടിച്ചു എന്നുള്ളത് ശരി, ബാരിക്കേഡ് എന്താ എന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന് അതിൽ തൊടാൻ പാടില്ലേ? എടാ, നമ്മുടെയൊക്കെ സമ്പത്തെടുത്ത് വാങ്ങിയതല്ലേ ബാരിക്കേഡ്. ആ ബാരിക്കേഡ് ചിലപ്പോൾ പിടിക്കാം, ചിലപ്പോൾ മറിച്ചു താഴെയിടും. അതൊക്കെ സമരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലൊരു അക്രമ പ്രവർത്തനം, പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന പ്രവർത്തനം, ഒരു കല്ലേറ്, ഇവിടുത്തെ നേതൃത്വത്തിന് നിയന്ത്രിക്കാനാവാത്ത എന്തെങ്കിലും ഒരു പ്രകോപനം ഈ സമരത്തിന്റെ വേദിയിൽ ഉണ്ടായോ? പിന്നെന്തേ ഇങ്ങനെ ബലപ്രയോഗം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? ഈ മ്യൂസിയം എസ് ഐ ശിവകുമാർ എന്ന് പറയുന്ന ഒരുത്തരുണ്ട് പോലും, അവനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. DCP നോക്കുകുത്തിയായിട്ട് ഇവിടെ നിന്നു. അവരുടെ ഇംഗിതമായിരിക്കും ചിലപ്പോൾ നടപ്പാക്കിയത്. എന്നാലും എന്റെ DCP, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു SI കയറി ലാത്തി ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായി നിങ്ങളെങ്കിൽ കേരളത്തിലെ 50,000 പോലീസ് അംഗങ്ങൾക്കും സേനാംഗങ്ങൾക്കും നിങ്ങൾ അപമാനമെന്നല്ലാതെ മറ്റെന്താണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്? ഞങ്ങൾ ഏതായാലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ കോഴക്കെതിരായ സമരം ഞങ്ങൾ ശക്തമായി തന്നെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകും. തല്ല് കുറച്ച് കൊള്ളേണ്ടി വന്നാലും കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞു നിർത്തേണ്ട അഴിമതിയാണ് ഈ മണ്ണിൽ നടക്കുന്നത്, ഈ നാട്ടിൽ നടക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. നിങ്ങൾ തല്ലാവുന്ന അത്ര തല്ലിക്കോ, നിങ്ങൾ പൊട്ടിക്കാവുന്ന അത്ര ഗ്രനേഡ് പൊട്ടിച്ചോ. നിങ്ങൾ ഈ പുഴയിലെ വെള്ളം, ഇപ്പോ മഴക്കാലമായതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല, ജലപീരങ്കിയൊക്കെ നിറച്ചു പോവാ. പക്ഷെ ഈ സമരം അവസാനിക്കില്ല. ഈ നാട് ചർച്ച ചെയ്യട്ടെ. ഈ സന്നാഹങ്ങളിൽ ഒരു പൊന്നു മോനെയും കണ്ടില്ലല്ലോ. MLA ഹോസ്റ്റലിനകത്ത് 10 ദിവസം ഒരു പീഡന കേസിലെ പ്രതി, ഒരു പെൺവാണിഭ കേസിലെ പ്രതി വന്ന് താമസിച്ചപ്പോ നീയൊക്കെ സല്യൂട്ട് ചെയ്ത് നിക്കല്ലടോ ചെയ്തത്? എവിടെയായിരുന്നു അജിതാബീഗം? നീ എവിടെയായിരുന്നടോ SI? നീ ആരെയും കണ്ടിട്ടില്ലല്ലോ. എത്ര ദിവസം കഴിഞ്ഞു? ഒരു സ്ത്രീ ആരുമാവട്ടെ, അബ്ദുള്ള കുട്ടി ബലാത്സംഗം ചെയ്തു എന്ന പരാതി തന്ന് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു.